Hi, hello, my people. My name is Iris, and welcome back to my YouTube video. So there is this little disclaimer I have to say. This video long back എടുത്തതാണ്. I know ക്രിസ്മസും കഴിഞ്ഞ് ഓണവും കഴിഞ്ഞ് അടുത്ത ക്രിസ്മസ് ആവാറായി. ഞാൻ ഇപ്പോഴാണ് ക്രിസ്മസ് വ്ളോഗ്മസ് 3 ഇടാൻ പോകുന്നത്. ലൈഫ് ഗോട്ട് റിയലി ബിസി. എനിക്ക് ഒട്ടും സമയം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇൻസ്റ്റയിൽ ഭയങ്കര ആക്റ്റീവായിരുന്നു. സോ യൂട്യൂബും കൂടെ ആ ഒരു സെയിം ഇതിൽ കൊണ്ടുപോകാനുള്ള സമയം എനിക്ക് ഉണ്ടായിരുന്നില്ല. ദാറ്റ് ഈസ് ദ സോളിഡ് റീസൺ ഞാൻ വീഡിയോസ് ഒന്നും ഇടായിരുന്നത്. സോ ഇനി അങ്ങോട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ കുറച്ച് നാൾ മുന്നേ ഓൾറെഡി എടുത്ത വീഡിയോസ് ആയിരിക്കും. സോ ദാറ്റ് ഇസ് എ ഡിസ്ക്ലെയിമർ ഐ ഹാവ് ടു സേ. ഓക്കെ, സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഇത് ഞങ്ങൾ ക്രിസ്മസ് ഷോപ്പിങ്ങിന് ഇറങ്ങിയതാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ട് വീട്ടിലോട്ടുള്ള ഡെക്കേഴ്സും സീക്രട്ട് സാന്റ ഷോപ്പിങ്ങും എനിക്ക് പേഴ്സണലായിട്ട് ഡ്രസ്സ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു ദിവസം ഇറങ്ങിയതാണ്. ആൻഡ് വി ഗോട്ട് സോ മെനി തിങ്സ്. സോ ഐ ആം വെരി മച്ച് എക്സൈറ്റഡ് ഫോർ ദിസ് ക്രിസ്മസ്. കാരണം UK വന്നിട്ട് ഇതെൻ്റെ ആദ്യത്തെ ക്രിസ്മസ് ആണ്. ആൻഡ് കുഞ്ഞിലെ മുതൽ ഐ ഹാവ് ഡ്രീംഡ് ഓഫ് സെലിബ്രേറ്റിംഗ് ക്രിസ്മസ് ഇൻ ലണ്ടൻ. കാരണം ഞാൻ എപ്പോഴും കാണാറുള്ളതാണ് ഹൗ ബ്യൂട്ടിഫുള്ളി ലണ്ടൻ ഇസ് റെഡി ഫോർ ക്രിസ്മസ്. എന്ത് രസമാണെന്നറിയോ. അവിടെ എപ്പോഴും ഒരു കോമ്പറ്റീഷനാണ്. അവിടുത്തെ നല്ല നല്ല ബ്രാൻഡ്സ് തമ്മിൽ കോമ്പറ്റീഷനാണ് എപ്പോഴും. ഹൂ ഇസ് ദ ബെസ്റ്റ് വൺ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് എല്ലാവരും അവരുടെ എഫേർട്സ് ഇട്ട് ഭയങ്കര അടിപൊളിയായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാൻ വെൻ ഐ വാസ് റിയലി യങ് ഐ ഓൾവേസ് യൂസ് ടു സേ എനിക്ക് പുറത്ത് പോകണം, ലണ്ടനിൽ പോകണം ക്രിസ്മസിൻ്റെ സമയത്ത്. ആൻഡ് ഐ ആം സോ ഹാപ്പി. ഇപ്പോൾ എനിക്ക് അതൊക്കെ പറ്റിയതിന് ഐ എം സോ ഹാപ്പി. എനിക്ക് ആകെയുള്ളൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ I miss my brother so much because we share the true spirit of Christmas. ഞങ്ങൾ ക്രിസ്മസിൻ്റെ സമയത്ത് ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെ ഷെയർ ചെയ്യുന്ന ഒരാളും എനിക്കിവിടെ ഇല്ല. എല്ലാവരും they're not that excited about Christmas like me. എനിക്കറിയില്ല, ഇത് കേൾക്കുമ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റണ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഐ റിയലി മിസ് മൈ ബ്രദർ ആൻഡ് മൈ ഫാമിലി. പിന്നെ എല്ലാവരും പറയും കേട്ടോ, ഞാൻ പറഞ്ഞു ഇത്ര നാൾ ക്രിസ്മസ് ആകുമ്പോൾ another സീസൺ എന്നുള്ളൊരു ഫീലുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞു അവർക്കും ക്രിസ്മസ്, ഈ പ്രാവശ്യത്തെ ക്രിസ്മസിന് they were all very excited. അങ്ങനെ I was walking through all the streets. This is my favorite place. Regent Street ആണ് എനിക്ക് ലണ്ടനിൽ ഈ പ്രാവശ്യം ഏറ്റവും ഇഷ്ടപ്പെട്ട പ്ലേസ്. റിജന്റ് സ്ട്രീറ്റ് എനിക്ക് തോന്നുന്നു കുറച്ച് നാളായിട്ട് ഈ സെയിം ഡെക്കർ തന്നെയാണ്. ബട്ട് ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ. എനിക്കൊന്നും പറയില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് ആവണ വരെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഇരുന്ന് നോക്കുമായിരുന്നു. അതൊക്കെ എൻ്റെ കണ്ണ് നിറയെ കാണുമായിരുന്നു. എന്നിട്ട് എല്ലാവരും ഇങ്ങനെ ബാ പോവാ മതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോയത്. ദാറ്റ് ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ്. ഓൾ റൈറ്റ്, സോ ഇറ്റ്സ് മൈ ഡേ 2 ഇൻ ലണ്ടൻ. എനിക്ക് ആക്ച്വലി ഒരു പ്രോപ്പർ ഒരു ഐറ്റ്നറി ഉണ്ടായിരുന്നു. എനിക്കൊരു ലിസ്റ്റ് ഓഫ് പ്ലേസസ് ദാറ്റ് ഐ വോണ്ട് കവർ. അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഈ സ്ട്രീറ്റിൽ പോകണം, ആ സ്ട്രീറ്റിൽ പോകണം. ഐ ടിക്ഡ് ഓഫ് മോസ്റ്റ് ഓഫ് ഇറ്റ്. ആൻഡ് ഞാൻ കവർ ചെയ്യാത്തത് ഞാൻ ന്യൂ ഇയറിനും കവർ ചെയ്തായിരുന്നു. നല്ല തിരക്കായിരുന്നു. ബിക്കോസ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാനൊരു 2019 സമയത്താണ് പോയത്. ആൻഡ് എല്ലാവരും ദേ വർ ബിസി ഷോപ്പിംഗ് ഫോർ ക്രിസ്മസ്. ഇങ്ങനെ ഐ കുഡ് സീ ഇങ്ങനെ ആൾക്കാർ കാറിന് വന്ന് ഫാമിലി ആയിട്ട് ഇറങ്ങി അവരുടെ ക്രിസ്മസ് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് പോവുക. ആൻഡ് people who shop from here, they are filthy rich. And look at this, Louis Vuitton, Chanel, Dior, എല്ലാ ബ്രാൻഡ്സും look at their decors. ഇതാണ് ഞാൻ പറഞ്ഞത്, ഇവർ തമ്മിലൊരു കോമ്പറ്റീഷനാണ് എവറി ഇയർ. സോ ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ ടു സീ ഇറ്റ് ഓൾ. ആൻഡ് ഞങ്ങളിങ്ങനെ നടന്ന് ഓരോ സ്ട്രീറ്റ് കവർ ചെയ്ത് അടുത്ത സ്ട്രീറ്റിൽ പോയി. ആൻഡ് ഐ വോണ്ടഡ് ടു ഹാവ് എ കോഫി ഫ്രം റാൽഫ് ലോറൻ ആൻഡ് ക്ലിക്ക് ഫ്യൂ പിക്ചേഴ്സ്. പക്ഷെ അത് നടന്നില്ല. കാരണം നല്ല തിരക്കായിരുന്നു, ഭയങ്കര ലോങ് ക്യൂ ആയിരുന്നു. അപ്പോൾ ഞാൻ ആ പ്ലാൻ വേണ്ടാന്ന് വെച്ചു. ഇൻസ്റ്റെഡ് ഒരു ഫേമസ് ഒരു ട്രെൻഡിങ് ആയ എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടെയും ക്യൂ നിൽക്കണമായിരുന്നു. ബിക്കോസ് സീസൺ ആയതുകൊണ്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. ആൻഡ് എല്ലാ ഷോപ്സിൻ്റെയും ഫ്രണ്ടിൽ ലോങ് ക്യൂസ് ആയിരുന്നു. ആൻഡ് ദിസ് ഇസ് ഞങ്ങൾ ചുമ്മാ ഒരു റാൻഡം ഷോപ്പിൽ കയറി ചുമ്മാ പ്രൈസസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തതാണ്. ഒന്നും മേടിച്ചൊന്നുമില്ല. എന്നിട്ട് അതേപോലെ തന്നെ ഇറങ്ങി വന്നു.
ഹായ് ഗൈസ്, സോ നമ്മൾ ഏറ്റവും വൈറലായ എന്താ എൻ്റെ പേര് സോ ഇവിടെ നിന്ന് കഴിച്ച ഡെസേർട്ട്സ് ദേ വർ ഓൾ സോ ടേസ്റ്റി, സോ യമ്മി. ബട്ട് എനിക്ക് തോന്നുന്നു കുറേ മേടിക്കൽ ഇസ് നോട്ട് എ ഗുഡ് ഐഡിയ. കാരണം എനിക്കൊക്കെ മട്ടിച്ചു. ലൈക്ക് ഡെഫിനറ്റ്ലി വർത്ത് ദ ഹൈപ്പ് ആയിരുന്നു, മസ്റ്റ് ട്രൈ ഐറ്റം. ബട്ട് എനിക്ക് തോന്നുന്നു ഒരു ഐറ്റം മേടിക്കലായിരിക്കും നല്ലത്, അല്ലെങ്കിൽ നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യേണ്ടി വരും. എല്ലാം കഴിക്കാൻ പറ്റില്ല. ഇവിടുത്തെ ഏറ്റവും ഹൈപ്ഡ് 2 ഐറ്റംസ് അത് ഈ കേക്ക് ആൻഡ് ദി ഹോട്ട് ചോക്ലേറ്റ്. ഷേക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യേയില്ല, കാരണം എനിക്ക് ഇഷ്ടമായില്ല. ബാക്കി രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. യെസ്, അങ്ങനെ കറങ്ങി ഞാൻ വീണ്ടും റിജിൻ സ്ട്രീറ്റിലെത്തിയിരിക്കുന്നു. പക്ഷേ ലൈക്ക് ഇന്നലത്തെ കാലം കുറച്ചുകൂടെ ക്രൗഡഡ് ആയിരുന്നു, കാരണം ഞങ്ങൾ കുറച്ചുകൂടെ ഈവനിങ് ടൈമിലാണ് വന്നത്. ഇന്നലെ രാത്രിയാണ് വന്നത്, അതുകൊണ്ട് അത്രയും തിരക്കുണ്ടായിരുന്നില്ല. ലണ്ടനിൽ ക്രിസ്മസിന് സമയത്ത് വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദ ബെസ്റ്റ് ഐഡിയ ഇസ് രാത്രി പോണത്. കാരണം ഇവിടെ എല്ലാവരും നേരത്തെ, പക്ഷേ ഷോപ്സൊക്കെ ക്ലോസ്ഡ് ആയിരിക്കും. നമുക്ക് ഷോപ്പിംഗ് ആണ് ഇൻറ്റൻഷൻ എങ്കിൽ ഡെഫിനറ്റ്ലി നോട്ട് അറ്റ് ദാറ്റ് ടൈം. ബട്ട് ഫോട്ടോസ് എടുക്കാനും കാണാനൊക്കെ ആണെങ്കിൽ രാത്രി പോകുന്നതായിരിക്കും നല്ലത്. ബിക്കോസ് എല്ലായിടത്തും ലൈറ്റൊക്കെ ഉണ്ടാവും ആൻഡ് ക്രൗഡ് ഉണ്ടാവില്ല. സമാധാനമായിട്ട് ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്തിട്ട് പോവാം. ഈ ഒരു ഈവനിങ് 5, 6, 7 ഒക്കെ ഭയങ്കര ക്രൗഡഡ് ആയിരിക്കും. അതേസമയം 9, 10, 8, 9, 10 കുറച്ചുകൂടെ ലൈക്ക് പീസ്ഫുൾ ആയിരിക്കും. സോ അറ്റ് ലാസ്റ്റ് ഞങ്ങൾ ക്യാംഡൻ മാർക്കറ്റിലെത്തി. ആൻഡ് വാട്ട് ഐ ഹാവ് ടു സേ ഇസ് ദാറ്റ് ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ഹാവിങ് ഫ്രണ്ട്സ് ലൈക്ക് ദീസ്. ക്യാംഡനിൽ ആക്ച്വലി ഇവരുടെ ഫ്രണ്ട്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു സാധനം പോലും ഞാൻ പൈസ കൊടുത്ത് മേടിച്ചിട്ടുള്ള എല്ലാ കടയിലും, ലൈക്ക് എനിക്ക് തോന്നുന്നു ക്യാംഡനിൽ മോർ ദൻ 10 ഷോപ്സ് ലൈക്ക് ഇവരുടെ ഫ്രണ്ട്സിൻ്റെ ആണ്, അല്ലെങ്കിൽ ഇവരുടെ ഫ്രണ്ട്സ് നിൽക്കുന്ന കടയിലാണ്. എന്നിട്ട് എല്ലാം ലൈക്ക് മിക്കതും ഞങ്ങൾ ട്രൈ ചെയ്തു. ആൻഡ് ലാസ്റ്റ് മതി ഇനി വയറ് ഫുള്ളായി എന്നായി. ആ ഒരു ഗുണമുണ്ട് ഇവരൊക്കെ ഉണ്ട്. I don't know how I finish soon today, but thanks to Jas. Thanks to Fabi. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പതിയെ അവിടെ നിന്ന് ഹെഡ് ബാക്ക് ചെയ്യാണ് ഫ്രം ലണ്ടൻ ടു ദ പ്ലേസ് ഐ ലിവ്. അതായിരുന്നു എൻ്റെ ലണ്ടൻ വിശേഷങ്ങൾ ഫോർ ക്രിസ്മസ്. ആൻഡ് വി ഹാഡ് എ ക്രിസ്മസ് സെലിബ്രേഷൻ അറ്റ് ഹോം. അതാണ് ഇനി കാണുന്നത്. ദിസ് വൺ. സോ ഇത് ഞങ്ങൾ വൈനല്ല കേക്ക് ഉണ്ടാക്കുന്നതാണ്. സോണലിൻ്റെ റെസിപ്പിയിലുള്ള കേക്കാണ്. സോ ക്രിസ്മസിന് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ഡിഷസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉണ്ടാക്കിയത് ഡക്ക് റോസ്റ്റ് ആണ്. സോ ദിസ് ഇസ് മൈ ഡേർട്ടി മെസ്സി കിച്ചൺ. ഇതല്ല കേട്ടോ, മറ്റേത് ആദ്യം കണ്ടത്. ഞാൻ ഇടയ്ക്ക് ഇവിടെ വന്ന് ഇവിടുത്തെ പ്രിപ്പറേഷൻ ക്ലിപ്സ് എടുത്തിട്ട് ഞാൻ തിരിച്ച് എൻ്റെ കിച്ചണിലോട്ട് എത്തും. യെസ്, ദിസ് ഇസ് മൈ കിച്ചൺ. ഐ നോ ഇറ്റ്സ് വെരി മെസ്സി ആൻഡ് ഡേർട്ടി, സോ പ്ലീസ് ഡോണ്ട് ജഡ്ജ് മീ. അതിൻ്റെ ഇടയിൽ അയറിന് അപ്പ് ഉണ്ടാക്കി. ഇറ്റ് വാസ് റിയലി ടേസ്റ്റി. ആൻഡ് ഇത് സ്റ്റൂ, ഇത് എൻ്റെ ഡക്ക് കറിയുടെ മസാല. കണ്ടോ എന്ത് രസം. ഞാൻ ആദ്യമായിട്ടാണ് ലൈഫിൽ ഡക്ക് റോസ്റ്റ് ഉണ്ടാക്കുന്നത്. നല്ലായിരുന്നു. ഹൈ ഗൈസ്, സോ ഞാൻ റെഡിയായി കഴിഞ്ഞു. അപ്പുറത്തെ എല്ലാം സെറ്റായി. സോ വേഗം അങ്ങോട്ട് പോട്ടെ. സോ yeah, that's it. മതിയടാ
Merry Christmas.